Hello everyone. Today, let us discuss about the topic Henry's law. We have already discussed about the basics of solution. Please go through it before watching this video. അപ്പോൾ എന്താണ് ഹെൻറീസ് ലോ? ഹെൻറീസ് ലോ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ലിക്വിഡിൽ സോലുബിൾ ആവുന്ന ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ദി ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഗ്യാസ് ലിക്വിഡിൽ സോലുബിൾ ആവുന്നോ അത് ഇൻക്രീസസ് വിത്ത് പ്രഷറാണ്. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സോലബിലിറ്റി ഓഫ് ദ ഗ്യാസ് ഇൻ ലിക്വിഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. Henry's law states that at a constant temperature, the solubility of a gas in a liquid is directly proportional to the pressure of the gas. I hope you all understood what is Henry's law now. ഇപ്പോൾ അറിയാം, according to Henry's law, pressure is directly proportional to the solubility of gas. P is directly proportional to chi. And ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യണം. സോ പി ഈസ് ഈക്വൽ ടു കെ എച്ച് കൈ. കെ എച്ച് എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്ത കോൺസ്റ്റൻറ്റ്. സോ കെ എച്ച് ഇസ് കോൾഡ് ഹെൻറീസ് കോൺസ്റ്റൻറ്റ് ആൻഡ് കൈ ഈസ് എ മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ്. പി ഈസ് എ പ്രഷർ ഓഫ് ഗ്യാസ്. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം? ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടു ഇൻക്രീസ് ദ സോലബിലിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ സോഡ വാട്ടർ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക് ദ ബോട്ടിൽ ഈസ് സീൽഡ് അണ്ടർ ഹൈ പ്രഷർ. എന്ന് വെച്ചാൽ നമ്മുടെ സോഡ വാട്ടറിൻ്റെയും സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെയും ഒക്കെ ബോട്ടിൽസ് ഹൈ പ്രഷറിലാണ് സീൽ ചെയ്യുന്നത്. ബിക്കോസ് സോലബിലിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ സോഡ വാട്ടർ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ പ്രഷറിൽ ഇതിൻ്റെ ബോട്ടിൽസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സീൽ ചെയ്യുന്നത്. സോ അക്കോർഡിംഗ് ടു ഹെൻറീസ് ലോ, ഹൈ പ്രഷർ ഹൈ സോലബിലിറ്റി. അറിയാം, സോഡ വാട്ടറൊക്കെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ്. കാർബൺ ഡയോക്സൈഡ് അതിൽ സോലബിൾ ആവണമെങ്കിൽ നമ്മൾ ഹൈ പ്രഷർ കൊടുത്താൽ മാത്രമേ അത് അതിൽ നന്നായിട്ട് സോലബിളായിട്ട് നിൽക്കത്തുള്ളൂ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ക്ലൈംബേഴ്സ് ലൈക്ക് മൗണ്ടൻ ക്ലൈംബേഴ്സ്. അവർ ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിൽ പോകുമ്പം അവരുടെ ഓക്സിജൻ ലെവൽ കുറയും. കാരണം ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിൽ പ്രഷർ കുറവാണ്. അപ്പം അവരുടെ ബ്ലഡിൽ ഓക്സിജൻ സോലബിൾ ആവുന്നത് കുറയുന്നു. ബിക്കോസ് പ്രഷർ കുറവായതുകൊണ്ട് തന്നെ. സോ പ്രഷർ കുറയുന്നതനുസരിച്ച് സോലബിലിറ്റി ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ് കുറയുന്നു. അപ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും? അവർ ഭയങ്കര വീക്കാകും. അവർക്ക് പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി കുറയും. സോ ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് അനോക്സിയ. സോ ഇവിടെ നമ്മൾ കാണുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ ആണ്. പ്രഷർ കുറയുമ്പോൾ സോലബിലിറ്റി ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ് കുറയുന്നു. ഇപ്പോൾ പ്രഷർ കൂടുതലായിരുന്നെങ്കിൽ സോലബിലിറ്റി ഓഫ് ഓക്സിജൻ കൂടുതലായിരുന്നേനെ. നെക്സ്റ്റ് വൺ സ്കൂബ ഡൈവേഴ്സ്. നമുക്കറിയാം, സ്കൂബ ഡൈവേഴ്സ് വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകുന്നവരാണ്. അപ്പം അവർക്ക് ഈ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഡിസോൾവ്ഡ് ഗ്യാസസുമായിട്ട് അവർ കോപ്പപ്പ് ചെയ്യണം. ലൈക്ക് അവർ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് അവിടെ ഹൈ പ്രഷർ ആയിരിക്കും. അപ്പോൾ അവർ അതുമായിട്ട് കോപ്പപ്പ് ചെയ്ത് നിൽക്കണം. അപ്പോൾ അവിടെ ഇൻക്രീസ് പ്രഷർ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇൻക്രീസ്ഡ് സോലബിലിറ്റി ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ് ആണ് അല്ലേ? നമുക്കറിയാം, ക്ലൈംബേഴ്സിൻ്റെ കേസിൽ നമ്മൾ തിരിച്ചായിരുന്നു കണ്ടിരുന്നത്. ലോ പ്രഷർ ആയതുകൊണ്ട് ലോ സോലബിലിറ്റി ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ് ആണ്. ഇവിടെ ഇൻക്രീസ് പ്രഷർ ആയതുകൊണ്ട് തന്നെ ഇൻക്രീസ് സോലബിലിറ്റി ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? സ്കൂബ ഡൈവേഴ്സ് സർഫേസിലേക്ക് വരുന്നതനുസരിച്ച് പ്രഷർ ഗ്രാജുവലി ഡിക്രീസ് ആവാൻ തുടങ്ങും. അപ്പം ഡിസോൾവ്ഡ് ഗ്യാസസ് റിലീസ് ചെയ്യും. അതുകൊണ്ട് നൈട്രജൻ ബബിൾസ് നമ്മുടെ ബ്ലഡിൽ ഫോം ചെയ്യാൻ തുടങ്ങും. ഈ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് ബെൻസ്. ബെൻസ് ഭയങ്കര പെയിൻഫുള്ളും നമ്മുടെ ലൈഫിന് തന്നെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ബെൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂബ ഡൈവേഴ്സിൻ്റെ ടാങ്ക്സിൽ ഹൈ കോൺസെൻട്രേറ്റഡ് ഹീലിയം ഗ്യാസസ് വെച്ച് ഫിൽ ചെയ്യണം. ബിക്കോസ് ഇവർ ഹൈലി ഇൻസോലബിൾ ഇൻ ബ്ലഡ് ആണ്. ഹെൻറീസ് ലോയ്ക്കും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ഗ്യാസസ് ഒന്നും ഒരിക്കലും ഡിസോസിയേഷനോ അസോസിയേഷനോ ആ സൊല്യൂഷനിൽ അണ്ടർഗോ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഈ ഗ്യാസസ് ഷുഡ് നോട്ട് അണ്ടർഗോ എനി കെമിക്കൽ ചേഞ്ച്. ഒരിക്കലും ആ സൊല്യൂഷനിൽ ഒരു കെമിക്കൽ ചേഞ്ച് അണ്ടർഗോ ചെയ്യാനും പാടില്ല ഈ ഗ്യാസസ് ഒന്നും. അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പ്രഷർ ഓഫ് ഗ്യാസ് ഒരിക്കലും ഹൈയും അല്ല, എന്നാൽ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ഒരിക്കലും ഒത്തിരി ലോയും അല്ല.